ആക്ച്വലി വാറ് ട്രേഡേഴ്സിന് മാത്രമല്ല ലോകം മുഴുവൻ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അതൊരു കോമൺ തിങ് ആണ്. ബട്ട് നമുക്കൊരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ട് രീതിയിലാണ് കാണേണ്ടത്. കാരണം ആസ് എ ട്രേഡർ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുകയോ അല്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വാറ് ഒരു പേടി സ്വപ്നമാണ്. കാരണം പോർട്ട്ഫോളിയോസ് ഡൗൺ ആവാം. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു ഡേ ട്രേഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാർ സംഭവിച്ചാൽ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യത? ചില സ്ക്രിപ്റ്റുകൾ, ചില അസറ്റുകൾ, എസ്പെഷ്യലി പോലുള്ള അസറ്റുകൾ എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകാം. ഇക്വിറ്റി ബേസ്ഡ് അസറ്റുകളൊക്കെ താഴേക്ക് പോകാം. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടിൽ ഏത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ആസ് എ ട്രേഡർ നമ്മുടെ സെറ്റപ്സ് സെയിം അല്ലേ. ഇന്നത്തെ ഡേ മാർക്കറ്റ് വാർ കാരണം മുകളിലേക്ക് പമ്പ് ചെയ്തെന്ന് വിചാരിക്കാം, ഗോൾഡ് പമ്പ് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മുടെ സെറ്റപ്സിന് ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആകെ അവിടെ കൊണ്ടുവരേണ്ട ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് മാനേജ്മെന്റും ട്രേഡ് മാനേജ്മെന്റിലും സ്ലൈറ്റ്ലി മോഡിഫിക്കേഷൻസ് വരുത്തേണ്ട ആവശ്യകത വരും. കാരണം വേറെ ഒന്നുമല്ല, ഹൈലി വോളറ്റൈൽ ആയിരിക്കും വാർ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസുകൾ, ടൈറ്റ് ആയിട്ടുള്ള എസ്എല്ലുകൾ, കാര്യങ്ങളൊന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം. ഓക്കെ, അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ട്രേഡ് മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പ്യുവർലി ഡിപ്പെൻസ് ഓൺ യുവർ എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾ ആ ഒരു സ്ക്രിപ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ എത്ര കാലം ട്രേഡ് ചെയ്തു, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു ട്രേഡ് മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഇപ്പോൾ എൻ്റെ ഗോൾഡിൻ്റെ സ്ട്രാറ്റജി അല്ല, കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരാൻ പറ്റും അല്ലേ. അപ്പോൾ ടെക്നിക്കലി വി ആർ ഡൂയിങ് ദ സെയിം. ബട്ട് റിസൾട്ട്സ് എന്തുകൊണ്ട് വേരി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രേഡ് മാനേജ്മെന്റിലോ റിസ്ക് മാനേജ്മെന്റിലോ വരുത്തേണ്ട ചേഞ്ചസ് ആണ്. അത് ഓവർ ദ ടൈം എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ വാറെന്നല്ല, എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആസ് എ ട്രേഡർ നമ്മളവിടെ പാനിക് ആവേണ്ട ആവശ്യമില്ല. എന്താണ് നടക്കുന്ന സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക, അതിനോട് അഡാപ്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ റിസ്ക് മാനേജ്മെന്റും ട്രേഡ് മാനേജ്മെന്റും കൊണ്ടുപോകാമെന്ന് മാത്രമാണ് ആസ് എ ട്രേഡർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.